എല്ലാം ഉണ്ടായിട്ടും ഒന്നും ഇല്ലാത്തവനെപ്പോലെ വിഷണ്ണരായി ജീവിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് ചുറ്റും കാണാം. നമ്മുടെ കാഴ്ചപ്പാടുകൾ തെല്ലൊന്നു മാറ്റിയാൽ എല്ലാവർക്കും സുഖപ്രദമായി ജീവിക്കാൻ കഴിയുമെന്ന ശുഭചിന്തയാണ് ആത്മഹർഷം എന്ന ഈ കവിത എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആത്മഹർഷം. അശ്വവേഗത്തിൽ കുതിക്കുന്നു കാലവും, നിത്യമെന്നോണം മാറുന്നു വിശ്വവും. ഒപ്പമെത്താൻ കുതിക്കുന്നു മർത്യരും, നിത്യവും തളർന്നമരുന്നനേകരും. മത്തമായി ചിന്തിച്ചു നമ്മളിലെത്ര പേർ നിത്യവും ഹോമിപ്പോ ജീവിതശാന്തിയും. ഒന്നിലും തൃപ്തി കാണാത്ത മർത്യർക്കു ദുഷ്കരമാവുന്നു ജീവിതമെന്നുമേ. അന്യൻ്റെ ഉന്നതി കണ്ടിടുമ്പോൾ ഉള്ളിൽ നിറഞ്ഞിടും വ്യാമോഹമത്രയും. ആശതൻ പാശം പിടിച്ചോരു മർത്യർക്കു കാണില്ലതെല്ലും ജീവിതശാന്തിയും. ഇക്കരെ നിൽക്കുമ്പോളില്ലാത്ത സൗഭാഗ്യം അക്കരെ കാണും വിഷണ്ണരായി തീരുവാൻ. ഗാർഹിക ജീവിതം പോലും മറക്കുന്ന മായിക ലോകത്തിലാണിന്നേവരും. സ്ഥാനമാനങ്ങളും അർത്ഥവും നേടിയിടാൻ ധർമാവബോധം വെടിയുന്നു നിത്യവും. ആത്മീയബോധം കെടുത്തി ഇന്നെത്ര പേർ ഭൗതിക ലോകത്തെ പുൽകും ഭ്രമത്തിനാൽ. ഇത്തരം കൂട്ടർക്കു ജീവിതമൊക്കെയും നിശ്ചയം വിപത്തുകൾ വന്നിടുമൊഴിയാതെ. അർപ്പണഭാവത്തിൽ കർമ്മങ്ങൾ ചെയ്തെന്നാൽ നിശ്ചയമേകും ആത്മസുഖം നമുക്കെന്നുമേ. നമ്മൾ സുഖത്തിനായി ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റുള്ളോർ കല്ലൽ വരുത്താതെ നോക്കണം. നോക്കിലും വാക്കിലും പിന്നെ കർമ്മത്തിലും സ്വാന്തനാമേകിടാൻ നമുക്കെല്ലാവർക്കുമേ. പുഞ്ചിരിയെങ്കിലുമേകി നാമേവർക്കും ധന്യമായി തീർക്കാം നമുക്കു ജന്മം. നിന്ദ്യമായൊന്നുമേ ചെയ്തിടാതെ വന്ധ്യരായി തീരാം മരിക്കുവോളം. ഇത്തരം മാനവർക്കെന്നും സുഖപ്രദം ഇഹലോകവാസം നിശ്ചയം നിശ്ചയം.